8 വരെ സർവീസ് ഉണ്ട്. ആർക്കാ? ഇദ്ദേഹത്തിന് DGP ആവേണ്ട ആളാണ് ഈ MR. ഇപ്പൊ രാഷ്ട്രപതിയുടെ മികച്ച സേവനത്തിനുള്ള പോലീസ് മെഡൽ കിട്ടിയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം മാത്രമേ ഇദ്ദേഹത്തിന് ഇക്കാര്യം നിലവിൽ ഒരു പ്രതിസന്ധിയായിട്ടുള്ളൂ. അതുകൂടി പരിഗണിക്കപ്പെടും. കിട്ടിയാൽ മാത്രമേ DGP ആവാൻ സാധിക്കൂ. അല്ല, അതുകൂടി പരിഗണിക്കപ്പെടും. റാങ്കിൽ പരിഗണിക്കപ്പെടും. ഇത് UPSCയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയും കേന്ദ്രസേനയുടെ മേധാവിയും ക്രൈറ്റീരിയ എന്താ? അതായത് നേരത്തെ 30 വർഷത്തെ സർവീസ് ആയിരുന്നു. 30 വർഷം, ഇപ്പൊ അത് 25 വർഷത്തെ സർവീസ് വന്നു. 25 വർഷത്തെ സർവീസ് ഉള്ള ADGPയെ ഇതുപോലെ നമുക്ക് സർക്കാരിന് ശുപാർശ ചെയ്യാം. സർക്കാർ എന്താണ് UPSCക്കാണ് ശുപാർശ ചെയ്യുന്നത്. UPSC പിന്നീട് UPSCയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയും ഒരു കേന്ദ്ര സേനയുടെ മേധാവിയും നമ്മുടെ സംസ്ഥാന പോലീസിന്റെ ഇപ്പോഴത്തെ മേധാവിയും എല്ലാവരും UPSCയുടെ മേധാവി എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ 3 പേരെ നിയോഗിച്ച് ഇങ്ങോട്ട് 3 പേരുടെ ലിസ്റ്റ് സർക്കാരിനുണ്ട്. ഈ 3 പേരിൽ ആരെ വേണമെങ്കിലും സംസ്ഥാന സർക്കാരിന് DGP ആക്കാം. ഇപ്പൊ DGP ആക്കാൻ വേണ്ടി ഉള്ള മത്സരമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള ദർബേഷ് സാഹിബ് 26 ജൂൺ മാസത്തിൽ പോകും, അടുത്ത ജൂണിൽ. അതുവരെയുള്ള അദ്ദേഹത്തിന്റെ കാലാവധി. അദ്ദേഹത്തിന് ഇനി പുതുക്കാനും പറ്റില്ല. ഇപ്പൊ നിലവിൽ 1 വർഷം കൂട്ടിക്കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ആരാണ് ആകേണ്ടത്? നിതിൻ അഗർവാൾ. അദ്ദേഹത്തെ BSF റിജക്ട് ചെയ്ത ആളാണ്. അദ്ദേഹത്തെ ആക്കാൻ പറ്റില്ല. പിന്നെ ഉള്ള ആരാണ്? റവാഡ ചന്ദ്രശേഖർ. ഈ റവാഡ ചന്ദ്രശേഖർ കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് ലിസ്റ്റ് പരിഗണിച്ചു വരുമ്പോ എന്താ P വിജയൻ വരെ ഉണ്ട്. ADGP. ഇപ്പൊ ADGP അദ്ദേഹം 1999 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് P വിജയൻ. 99 ബാച്ച്, ഏതാണ്ട് 2030 മുകളിൽ സർവീസ് ഉണ്ട്. കുറെ നാളായിട്ട് മനോജ് എബ്രഹാം സൈഡിൽ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ പുള്ളി. മനോജ് എബ്രഹാം എനിക്കൊന്ന് ലിസ്റ്റില് മനോജ് എബ്രഹാം 4-ാമതാണ്. 2031 ജൂൺ വരെ. എനിക്ക് തോന്നുന്നു പിണറായി അജിത് കുമാറിനെക്കാട്ടിലും വലിയ പിണറായി വ്യക്തിയാണ് മനോജ് എബ്രഹാം എന്ന് ചില സമയത്ത് തോന്നിപ്പോ. അതെ അതെ അതെ. എന്നിട്ട് പുള്ളി എന്തുകൊണ്ട് DGP ആക്കുന്നില്ല? DGP ആക്കാതെ അല്ലെ, അദ്ദേഹം ലിസ്റ്റിൽ 4-ാമത്. ഇനി യോഗേഷ് ഗുപ്ത എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വിജിലൻസ് ഇരിക്കുന്നത്. അദ്ദേഹവും കഴിഞ്ഞിട്ടാണ്. ഈ യോഗേഷ് ഗുപ്ത ഒന്നും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ കേന്ദ്ര സേനയിലേക്ക് നേരത്തെ ഒരു അപേക്ഷ കൊടുത്തായിരുന്നു. താൻ ഇനി ഇവിടെ ഒന്നും ആവത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം NIA-യിലേക്ക് പോകാൻ ഒരു അപേക്ഷ കൊടുത്തായിരുന്നു. ഇതിപ്പോ അതെങ്ങനെയും പാസ്സാക്കി എടുക്കാൻ ഇവിടെ നിയമമാര് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് NIA-യിലേക്ക് എങ്ങനെങ്കിലും പോട്ടെ. റവാഡ ചന്ദ്രശേഖർ ഇപ്പൊ നിലവിൽ ഡെപ്യൂട്ടേഷൻ അല്ല. ഇവര് തമ്മിൽ അടിയാണ്. DGP ആവാനായിട്ട് അടിയാണ്. റവാഡ ചന്ദ്രശേഖരൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന. അദ്ദേഹം വരാൻ നോക്കുന്നു, ഇവർ വരാതിരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഡെപ്യൂട്ടേഷൻ അല്ല. പിന്നുള്ളത് യോഗേഷ് ഗുപ്ത കേന്ദ്രത്തിലേക്ക് പോവാതിരിക്കുന്നത്. ഇങ്ങനെ ഇത് പറയുന്നതിനകത്ത് എല്ലാവരും ഇത് വിജയ് സാർക്കർ NIA-യില. അദ്ദേഹം ഇങ്ങോട്ട് വരരുതെന്നുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിനാണ് ലിസ്റ്റില് 4. അല്ല, ലിസ്റ്റിൽ കൂടുതൽ സാധ്യതയുള്ളതാരാ? ഇതില് ശരിക്കും ആകേണ്ട ഈ നിതിൻ അഗർവാള. പക്ഷെ ആകെ പറ്റത്തില്ല, കൊടുക്കത്തില്ല. ഇനി BSF-ന്ന് റിജക്ട് അടിച്ച് കളഞ്ഞല്ലേ, കാര്യശേഷി ഇല്ല എന്നുള്ള രീതിയിൽ BSF-ന്ന് എടുത്ത് കളഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കത്തില്ല. പിന്നുള്ളത് ഈ നിതിൻ പിന്നുള്ളത് റവാഡ ചന്ദ്രശേഖർ. ഈ റവാഡ ചന്ദ്രശേഖർ വന്നാൽ അദ്ദേഹത്തെ തന്നെ ആക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിനെയാണ് ഒരു പ്രധാന പരിഗണന കൊടുക്കും. നല്ല പേരല്ലേ റവാഡ ചന്ദ്രശേഖർ. റവാഡ ചന്ദ്രശേഖർ. ഷേഖ് ദർബേഷ് ലോക്നാഥ് ബെഹ്റ പോലെ. എന്റെ ഏറ്റവും ഫേവറേറ്റ് DGP ലോക്നാഥ് ബെഹ്റ. അതെല്ലാവർക്കും ഈ മീഡിയക്കാർക്കെല്ലാം പ്രിയ. മീഡിയക്ക് എന്തോ പുള്ളി ബൈരും. ഇവരാരും മീഡിയനെ കൊണ്ട് കണ്ടിട്ട് ഇവരാരും വരത്തില്ല. അനിൽ ഗാന്ധിനെ പോലും നമ്മൾ അങ്ങനെ വലുതായിട്ട് അല്ല, അനിൽ ഗാന്ധി ഒട്ടും വരത്തില്ല. പക്ഷെ അനിൽ ഗാന്ധി എഫിഷ്യന്റ് ആയിരുന്നു കേട്ടോ. പക്ക എഫിഷ്യന്റ് ആയിരുന്നു. ഈ ശബരിമലയൊക്കെ അനിൽ ഗാന്ധി കയറുന്നത് ശ്യാമ ശ്രദ്ധിച്ചിട്ടുണ്ടോ വീഡിയോ? ശബരിമല അദ്ദേഹം 15 മിനിറ്റ് കൊണ്ട് മല മൊത്തം കയറി കഴിയും, ഒരു പ്രശ്നവുമില്ല. കൂടെ വരുന്ന പോലീസുകാർ പോലും കയറുന്നില്ല. അദ്ദേഹം വലിയ വാർത്തയായി. അദ്ദേഹം ഒരു 8 കിലോമീറ്റർ കൂടുതൽ ഓടും. അദ്ദേഹം ഭയങ്കര നല്ല വിജിലന്റ് ആയിരുന്നു. അദ്ദേഹം ഉള്ള സമയത്ത് ക്രമസമാധാന പരിപാലനമൊക്കെ ഓക്കെ ആയിരുന്നു. ലോക്നാഥ് ബെഹ്റ ഉള്ള കാലത്ത് ലോക്നാഥ് ബെഹ്റ അറിയാലോ, പിണറായി വിജയന്റെ ചട്ടുവായിരുന്നു ലോക്നാഥ്. പക്ഷെ മാധ്യമങ്ങളെ സൂചിപ്പിച്ച് നിർത്താൻ ലോക്നാഥ് ബെഹ്റയ്ക്ക് നല്ലപോലെ